ഗോട്ട് സിനിമയുടെ സ്പോയിലർ ഡിസ്കഷനാണ് ഈ വീഡിയോ. സോ സിനിമ കണ്ടവരും സ്പോയിലർ പ്രശ്നമില്ലാത്തവരും മാത്രം തുടർന്ന് കാണുക. ദളപതി വിജയ് നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രം ഗോട്ട് ഒരു കോപ്പിയാണെന്ന രീതിയിൽ നിങ്ങൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ ഏറ്റവും അധികം ഉയർന്നു വരുന്ന ഒരു പേരാണ് ജെമിനി മാൻ. 2019 പുറത്തിറങ്ങിയ വിൽ സ്മിത്ത് നായകനായ ഹോളിവുഡ് സൈഫൈ ചിത്രത്തിലും ക്ലോണിംഗ് ആണ് പ്രധാന വിഷയമായി എത്തുന്നത്. ഇതുകൂടാതെ തന്നെ 1993 പുറത്തിറങ്ങിയ വിജയകാന്ത് നായകനായിട്ടുള്ള രാജദുര എന്ന സിനിമയുടെ പ്ലോട്ടും ഗോട്ടിന്റെ പ്ലോട്ടുമായിട്ട് സിമിലർ ആണെന്നും അതും ഒരു കോപ്പിയാണെന്ന രീതിയിലും പടം ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരുപാട് പേര് പറയുന്നത് കേട്ടു. അപ്പോൾ ശരിക്കും എന്താണ് സത്യാവസ്ഥ? ഗോട്ട് ജെമിനി മാൻ പ്ലസ് രാജദുരയാണോ? എന്തൊക്കെയാണ് ഈ സിനിമകൾ തമ്മിലുള്ള സിമിലാരിറ്റീസും അതേപോലെ ഡിഫറൻസസും അവയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇത്തരത്തിൽ മൂവി സീസണിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനൽ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത്തരം കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഒരു പേജ് ഉണ്ട്, അതൊന്ന് ഫോളോ ചെയ്തേക്കുക. വെൽക്കം ടു ഷോർട്ട് ഓൺ ടാക്കീസ്. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. ജെമിനി മാൻ്റെ കഥ തുടങ്ങുന്നത് തന്നെ നമ്മുടെ നായകനായിട്ടുള്ള ഹെൻറി ബ്രോഗൻ എന്ന ക്യാരക്ടറിൽ നിന്നാണ്. വിൽ സ്മിത്ത് ഈ ക്യാരക്ടറാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. സോ ഹെൻറി 51 വയസ്സുണ്ട്. ഇപ്പം പുള്ളി നേരത്തെ മറൈൻ ഓഫീസർ ആയിരുന്നു. ഇപ്പം ഡിഫൻസിന് വേണ്ടിയിട്ട് ഒരു സ്നൈപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം പടം തുടങ്ങുന്നത് പുള്ളിയുടെ ഒരു മിഷൻ കാണിച്ചുകൊണ്ടാണ്. ട്രെയിനിലൊരു ബയോ ടെററിസ്റ്റ് പോകുന്നുണ്ട്. അപ്പോൾ ദൂരെ എന്ന് സ്നൈപ്പർ വെച്ചിട്ട് പുള്ളിയെ വെടി വെച്ചിരണം. പുള്ളി മിഷൻ സക്സസ്ഫുൾ ആക്കുന്നുണ്ടെങ്കിൽ പോലും ഇടയ്ക്ക് ടാർഗറ്റിൽ കയറി എന്നുള്ളൊരു കൊച്ചു പെങ്കൊച്ചുണ്ടായിരുന്നു. അപ്പം ആ ഒരു കുട്ടിക്ക് ഇനി എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്നൊക്കെയുള്ള കുറേ തോട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി ഈ ഒരു ഫീൽഡേ വിടാമെന്ന് പറഞ്ഞ് ഇരിക്കുവാണ്. അങ്ങനെ പുള്ളി ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ആക്ച്വലി ആ ബയോ ടെററിസ്റ്റ് ഒരു ബയോ ടെററിസ്റ്റ് അല്ല, ഇവരുടെ തന്നെ ഓർഗനൈസേഷനിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അയാൾക്ക് എന്തൊക്കെ സീക്രട്സ് അറിയായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു മിഷൻ പോലെ വിട്ടിട്ട് കൊന്നതെന്ന്. അപ്പോൾ ഇത് ആക്ച്വലി ഇവർ ഈ സംസാരിക്കുന്നത് ഏജൻസിയുടെ ടോപ്പിലിരിക്കുന്നവർ ബഗ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. ആൻഡ് ഈ സംസാരിച്ച ഹെൻറിയുടെ ഫ്രണ്ടിനെ അവർ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ഹെൻറിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവരൊരു സ്നൈപ്പറിനെ വിടുന്നു. പക്ഷേ ആക്ച്വലി ആ സ്നൈപ്പർ ഹെൻറിയുടെ തന്നെ ഒരു യങ്ങർ വേർഷനായിരുന്നു. സോ ബേസിക്കലി ജെമിനി എന്ന രീതിയിൽ ഇവർ കൊണ്ടുവരുന്നത് പുതിയ രീതിയിലുള്ള കുറേ ക്ലോൺസിനെയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ ഹെൻറി ആയിക്കോട്ടെ വേറെ ഒരു ഓഫീസർ ആയിക്കോട്ടെ ഇവരുടെയൊക്കെ സ്കിൽസ് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആണ്. ഇപ്പോൾ ഹെൻറി ഓടുന്ന ട്രെയിൻ ജസ്റ്റ് ടണലിലോട്ട് കയറുന്നതിന് തൊട്ട് മുന്നേ ആണ് അയാളെ കൊല്ലുന്നത്. അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ളവർ പ്രായമായി കഴിയുമ്പോൾ അവരുടെ ആ ഒരു സ്കില്ല് പോകുക. ഇപ്പോൾ അവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്കില്ല് കിട്ടുക എന്നുള്ള പ്രയാസമാണ്. ഇവൻ അവരുടെ മക്കളിലോട്ട് വന്നാൽ പോലും ആ ഒരു ജീൻസ് ക്യാരി ഫോർവേഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇവരുടെ ബ്ലഡ് സാമ്പിൾസ് എടുത്തിട്ട് അതിൽ നിന്ന് DNA എടുത്ത് ക്ലോൺസിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഏജൻസിയുടെ ലക്ഷ്യം. അത് ഹെൻറി അറിയുന്നില്ല, ആരും തന്നെ അറിയുന്നില്ല, ഒരു സീക്രട്ടായിട്ട് പോകുന്നു. പക്ഷേ ഇപ്പോൾ ഹെൻറിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഹെൻറിയുടെ ക്ലോണിനെ തന്നെ വിടുകയാണ്. ഇപ്പം ഈ ഒരു ക്ലോണിന് പക്ഷേ ഈ ഒരു കാര്യം അറിയത്തില്ല. ക്ലോൺ കൊച്ചിലെ തൊട്ടേ വളർന്നു വലുതായി ഒരു സാധാരണ പോലെ ഒരു നോർമൽ ലൈഫ് വേറൊരു അച്ഛനൊക്കെ ആ ഒരു ക്യാരക്ടറിനുണ്ട്. പക്ഷേ പിന്നീടാണ് ഈ ഒരു ക്യാരക്ടർ മനസ്സിലാക്കുന്നത് താനൊരു ക്ലോൺ ആണെന്നുള്ളത്. അത് ഈ ഒരു ഹെൻറിയെ കണ്ടുമുട്ടുന്നത് പിന്നെയാണ്. അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. പിന്നീട് മൂന്നാമതൊരു ക്ലോൺ കൂടെ കടന്നു വരുന്നുണ്ട്. ഇവരെക്കാട്ടി കുറച്ചുകൂടെ യങ്ങറായിട്ടുള്ള ഒരു ക്ലോൺ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു വല്ലാത്തൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ആയി. മാത്രമല്ല ഇവർക്ക് വേണ്ടിയിരുന്നത്, ഏജൻസിക്ക് വേണ്ടിയിരുന്നത് ഇൻഹ്യൂമൻ ആയിട്ടുള്ള കുറച്ച് ഒരു വെപ്പൺ എന്ന രീതിയിൽ തന്നെയുള്ള ക്ലോൺസിനെയാണ്. ഇപ്പം തന്നെ ഹെൻറിയുടെ കേസെടുത്ത് ആ ഒരു പെൺകുട്ടി ഇടയ്ക്ക് കയറി വന്നപ്പോൾ കണ്ടായിരുന്നല്ലോ. പുള്ളി ഒരു ഹ്യൂമൻ ആയതുകൊണ്ട് തന്നെ ബേസിക്കലി പുള്ളിക്ക് ആ ഒരു ലെവൽ തോട്ട്സ് ഉണ്ടാവും. പക്ഷേ ഏജൻസിയുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പം അവർക്ക് ആര് മരിച്ചാലും ഒന്നുമില്ല, അവരുടെ മിഷൻ സക്സസ് ആയാൽ മതി. അതുകൊണ്ട് തന്നെ ഇൻഹ്യൂമൻ ആയിട്ട് ജസ്റ്റ് വെപ്പൺസ് എന്ന രീതിയിൽ മാത്രം ക്ലോൺസിനെ ഉണ്ടാക്കാനാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസും ഹ്യൂമാനിറ്റിയും ഒക്കെ അടങ്ങുന്ന ഒരുപാട് പ്രശ്നങ്ങളും കോംപ്ലക്സിറ്റിയൊക്കെ കാണിക്കുന്ന ഒരു സിനിമയാണ് ജെമിനി മാൻ. എന്തായാലും ഏറ്റവും അവസാനം അതുവരെ അടിയുണ്ടാക്കിക്കൊണ്ടിരുന്ന ക്ലോൺസ് എല്ലാവരും കൂടെ ഹെൻറിയുടെ ചേരുന്നു. ഹെൻറി വില്ലനെ കൊല്ലുന്നു, പടം തീർന്നു. സോ ഗോട്ടിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോൾ തൊട്ടേ പറയുന്നൊരു കാര്യമാണ് ഇത് ജെമിനി മാൻ്റെ കോപ്പി ആയിരിക്കുന്നു. അതിൻ്റെ മെയിൻ റീസൺ ഒന്ന്, ഇത് ഡയറക്റ്റ് ചെയ്യുന്ന വെങ്കട് പ്രഭുവാണ്. വെങ്കട് പ്രഭുവിൻ്റെ ലാസ്റ്റ് ഹിറ്റ് പടം എന്ന് പറയുന്നത് മാനാടാണ്. മാനാട് ഒരു ടൈം ലൂപ്പ് പടമാണ്. മാത്രമല്ല സൈഫൈ എലമെൻറ്റ്സ് ഒക്കെ കോളിവുഡിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ചുരുക്കം ചില ഡയറക്ടേഴ്സിലാണ് വെങ്കട് പ്രഭു. സോ വിജയുടെ കൂടെ ചെയ്യുമ്പം അത്രത്തോളം ഒരു ബിഗ് പ്രൊജക്റ്റ് ചെയ്യുമെന്നാണ് ഇത് എക്സ്പെക്ട് ചെയ്തത്. മാത്രമല്ല ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ തന്നെ കുറച്ച് സൈഫൈ ലെവൽ എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ അന്നോട്ടേ പറയുന്നൊരു കാര്യമാണ് ഈ ഒരു ജെമിനി മാൻ്റെ കോപ്പി ആയിരിക്കും ഇതെന്നുള്ളത്. ആൻഡ് ആ ഒരു വിജയുടെ ഫേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു DH ഫേസ് നമ്മളിപ്പം പടത്തി കണ്ട ഒരു ഫേസേ അല്ല. അന്നൊരു കോൺസെപ്റ്റ് ആർട്ടൊക്കെ പോലെയാണ് അതിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സോ ഒരു പക്കാ ക്ലോൺ ഫേസ് പോലെയാണ് അത് ഇരുന്നത്. ഇപ്പം ജെമിനി മാനിലെ വിൽ സ്മിത്തിൻ്റെ ഫേസസ് പോലെ തന്നെ ആയിരുന്നു അതും ഇരുന്നത്. അപ്പോൾ ഈ ഒരു പഴയ വിജയുടെ ക്ലോണിനെ ഇവിടെ കൊണ്ടുവരുന്നു. ഏറ്റവും അവസാനം ഇവർ ഒരുമിക്കുമല്ലോ. അതുപോലെ തന്നെ ജെമിനി മാനിലെ പോലെ തന്നെ ഇവർ ഒരുമിക്കുന്നു. അങ്ങനെയൊക്കെയായിരുന്നു പലരും പറഞ്ഞൊരു തിയറി. പിന്നീട് ട്രെയിലർ വന്നപ്പോൾ ഇത് കൂടി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെമിനി മാനിനകത്ത് മൂന്നാമത് കുറച്ചുകൂടെ യങ്ങറായിട്ടുള്ളൊരു ക്ലോൺ വരുന്നുണ്ട്. ഇവിടോട്ട് വരുമ്പം കുറച്ചുകൂടെ യങ്ങറായിട്ടുള്ളൊരു ടീനേജ് വിജയ് വന്നിരിക്കുന്നു. സോ ഈ റൂമർ പിന്നെയും കൂടി. എന്തായാലും പടം തീരാറായപ്പോൾ പോലും സൈഫൈ എലമെൻറ്റോ ക്ലോണിങ്ങോ ഒന്നും വന്നില്ലെങ്കിൽ പോലും മിഡ് ക്രെഡിറ്റ് സീനിലോട്ട് വന്നപ്പോഴത്തേക്കും ദേ കിടക്കുന്നു ക്ലോണിങ്. പക്ഷേ ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് പടത്തിൻ്റെ പക്കാ കോപ്പി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒന്നാമത്തെ കാര്യം, ക്ലോണിങ് എന്ന് പറയുന്നത് ഒരു റിയൽ ലൈഫ് സംഭവമാണ്. ഒരിക്കലും
ജെമിനി മാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാര്യമൊന്നുമല്ല. ക്ലോണിങ് റിയൽ ലൈഫിൽ നടക്കുന്നുണ്ട്. ഹ്യൂമൻ ക്ലോണിംഗ് ആണ് ഇതുവരെ നടക്കാത്തത്. വേറെ ഒരുപാട് ക്ലോണിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതല്ലാതെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ജെമിനി മാനിലല്ല ആദ്യമായിട്ടൊരു കോൺസെപ്റ്റ് വരുന്നത്. ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് സ്റ്റാർ വാഴ്സ് ആണ്. അവിടെ ക്ലോൺ വാഴ്സ് എന്ന് പറഞ്ഞൊരു ഹോൾ ആനിമേറ്റഡ് സീരീസ് തന്നെ സ്പിൻ ഓഫ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ക്ലോണിംഗ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് വന്നത് ജെമിനി മാനിലല്ല. ഞാനത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഇപ്പം പുറത്തുള്ളൊരു കോൺസെപ്റ്റ് ഇവിടുത്തെ മൂവീസിലോട്ട് വരുമ്പോൾ പലരും പറയുന്ന കാര്യം ഇത് കോപ്പിയാണെന്നുള്ളത്. ഓഫ് കോഴ്സ് ഇൻസ്പിറേഷൻസ് ഉണ്ടാവാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ 24 വന്ന ടൈമാണെങ്കിലും ഇത് ഹോളിവുഡിൽ നിന്ന് കോപ്പി എന്നാണ് പറയുന്നത്. അവിടെ ഒരു ടൈം ട്രാവൽ പടം സ്പെസിഫിക് ആയിട്ട് പോലും ആരും എടുത്തു പറയുന്നില്ല. ടൈം ട്രാവൽ ആയതുകൊണ്ട് ഇത് ഹോളിവുഡിൽ നിന്ന് കോപ്പിയാണ് എന്നൊക്കെയാണ് പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ജെമിനി മാൻ്റെ ഒരു കോപ്പി ക്ലോണിങ് വന്നുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പം ഈ ഒരു എലമെൻ്റൊക്കെ ഇവിടേക്ക് വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഒന്നാമത്തെ കാര്യം, ജെമിനി മാൻ എന്ന് പറയുന്നത് ജസ്റ്റ് കുറേ ക്ലോൺസ് ഒന്ന് ഫൈറ്റ് ചെയ്യുന്ന മാത്രമല്ല. ഈ ക്ലോൺസിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി ട്രബിൾസ് ഇപ്പോൾ അവർ തന്നെ മനസ്സിലാക്കുകയാണ് അവർ ജസ്റ്റ് വേറൊരാളുടെ ഒരു ക്ലോൺ മാത്രമാണ് എക്സ്ട്രാക്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അല്ലാതെ അവരുടെ ഒരു ഹോൾ ലൈഫ് ഇതുവരെ ജീവിച്ചതൊക്കെ ഒരു നോർമൽ മനുഷ്യനെ പോലെ ആയിരുന്നു. പക്ഷെ അവരുടെ ഹോൾ ലൈഫ് തന്നെ ഒരു ലൈ ആണെന്ന രീതിയിലാണ് അവർ തിരിച്ചറിയുന്നത്. അങ്ങനെ ഐഡൻറ്റിറ്റി പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നൊരു പടമാണ് ഈ ജെമിനി മാൻ. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് വിജയുടെ മൂവീസ് പോകുമോ എന്ന് എനിക്കറിയില്ല. എസ്പെഷ്യലി ഇതൊരു കൊമേഴ്ഷ്യൽ മൂവിയാണ്. ഓക്കെ, അപ്പോൾ ഗോഡ് വേഴ്സസ് OG വരുമോ എന്ന് തന്നെ നമുക്ക് ഉറപ്പില്ല. അപ്പോൾ പിന്നെ അതിൽ ഇങ്ങനെയൊക്കെ ആവുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഇനിയിപ്പോൾ ഗോഡ് വേഴ്സസ് OG വരുമ്പോൾ അതിൽ എന്തെങ്കിലും കോപ്പിയായിട്ട് ഈ ഒരു എലമെന്റ് കാര്യങ്ങളൊക്കെ വരുമോ എന്നുള്ളത് നമുക്ക് പറയാം. ഇപ്പം ജസ്റ്റ് ആ ഒരു ക്രെഡിറ്റ് സീൻ കാണിച്ചിട്ട് അത് കോപ്പിയാണെന്ന് പറയാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലോണിംഗ് എന്ന് പറയുന്ന റിയൽ ലൈഫിലുള്ള ഒരു സംഭവമാണ്. ഹ്യൂമൻ ക്ലോണിംഗ് ആണ് ഇതുവരെ നടക്കാത്തത്. പിന്നെ നേരത്തെ ഒരുപാട് സിനിമകളിൽ ഇത് വന്നിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. സോ അതുകൊണ്ട് തന്നെ ജെമിനി മാനി സ്പെസിഫിക് ആയിട്ട് എടുത്തു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ട്രെയിലർ വന്നപ്പോഴത്തെ തിയറി പോലെ ഇത് രണ്ടാമത്തെ വിജയ് ശരിക്കും ഒരു ക്ലോൺ ആണെന്ന് തിരിച്ചറിയുന്നു, മീൻസ് ഗാന്ധി തിരിച്ചറിയുന്നു. അതേപോലെ അടുത്തത് വരുന്നത് ഫ്ലാഷ് ബാക്ക് അല്ലാതെ മറ്റൊരു ക്ലോണാണ്. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് പക്കാ കോപ്പി എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല. ഏറ്റവും അവസാനം വരുന്ന ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് മാത്രമാണ് ക്ലോണിങ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സീൻ എടുത്താലും ഇപ്പോൾ അതിൽ കുറേ എക്സ്പ്ലനേഷൻ കിട്ടാനുണ്ട്. സെക്കൻഡ് പാർട്ട് വരുവാണെങ്കിലായിരിക്കും എക്സ്പ്ലനേഷൻ കിട്ടുക. ഇപ്പോൾ എക്സ്റ്റെൻഡഡ് കട്ട് വരുന്നു എന്ന് കേട്ടു. അത് പക്ഷേ എത്രമാത്രം സത്യമെന്ന് അറിയത്തില്ല. മേ ബി അതിൽ കുറച്ച് ചാൻസസ് കിട്ടുമായിരിക്കാം, ഇല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് കിട്ടുമായിരിക്കാം. അപ്പോൾ അത് വരുന്നത് വരേക്കും ഇപ്പോൾ ഉള്ളൊരു സീൻ വെച്ചിട്ട് ജെമിനി മാൻ്റെ കോപ്പി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ജെമിനി മാൻ്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനമാക്കിയ സ്ഥിതിക്ക് നമുക്ക് രാജദുരയിലോട്ട് പോകാം. 1993 വിജയകാന്ത് ഡബിൾ റോളിൽ വന്ന രാജദുര റിലീസാവുന്നത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ, ഇതിൻ്റെ ഡയറക്ടർ വിജയുടെ അച്ഛൻ S. ചന്ദ്രശേഖറും ഇതിൻ്റെ സ്റ്റോറി എഴുതിയത് വിജയുടെ അമ്മ ശോഭ ചന്ദ്രശേഖരുമാണ്. സോ ബേസിക്കലി വിജയുടെ അമ്മ എഴുതിയ കഥ അച്ഛൻ ഡയറക്റ്റ് ചെയ്ത പടം അത് തന്നെ ഒരു കോപ്പിയാണെന്ന രീതിയിൽ വിജയുടെ പുതിയ പടം വരുന്നു എന്ന് കേട്ടപ്പോഴാണ് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അങ്ങനെ പടം ഒന്ന് കണ്ടു നോക്കിയപ്പം പടത്തിൻ്റെ ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഗോട്ടിൻ്റെ പ്ലോട്ടുമായിട്ട് ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. വിജയകാന്ത് തന്നെയാണ് ഡബിൾ റോൾ അച്ഛനും മോനുമായിട്ട് വരുന്നത്. അപ്പം കൊച്ചിയിലെ തന്നെ വില്ലൻ വിജയകാന്തിൻ്റെ മോനെ തട്ടിക്കൊണ്ട് പോകുന്നു. പിന്നെ മോനെ കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് വിജയകാന്ത് പ്രായമായി, പുള്ളി ഒരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ പുള്ളിക്ക് പിന്നെ ട്രാൻസ്ഫർ കിട്ടിപ്പോകുന്ന പുതിയ സ്ഥലത്താണ് ഈ വില്ലൻ വർക്ക് ചെയ്യുന്നത്. ആൻഡ് വില്ലന് കീഴിൽ വില്ലൻ മോനായിട്ട് വളർത്തിയ ആ ഒരു യങ് വിജയകാന്ത്, വിജയ് എന്നാണ് അതിലെ ക്യാരക്ടറിൻ്റെ പേര്. അത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. സോ ഈ ഒരു വിജയ് ക്യാരക്ടർ അവിടെ വർക്ക് ചെയ്യുവാണ്. അങ്ങനെ ഇരിക്കുമ്പം തൻ്റെ മോനെ വിജയകാന്തിൻ്റെ ഭാര്യയ്ക്ക് തിരിച്ചു കിട്ടുന്നു. പിന്നീട് വിജയകാന്ത് മനസ്സിലാക്കുന്നു ഇവൻ ആക്ച്വലി ഈ വില്ലൻ്റെ കീഴിലാണ് വളർന്നത്. അപ്പോൾ അത് വരുന്ന കോൺഫ്ലിക്റ്റ്, വിജയകാന്തിനെതിരെ വില്ലൻ മോനെ തിരിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഇൻ ദി എൻഡ് പക്ഷേ ഗോട്ടിലെ പോലെ ആയിരുന്നില്ല. വിജയകാന്തിൻ്റെ മോൻ, ആ ഒരു യങ്ങർ വിജയകാന്ത് പുള്ളിയുടെ കൂടെ ചേർന്നിട്ട് വില്ലനെ കൊല്ലും. അതാണ് അതിൻ്റെ ഒരു പ്ലോട്ട്. സോ ഈ ഒരു പ്ലോട്ട് നല്ല സിമിലറാണ്. പക്ഷേ ഇത് വേറെ കുറേ പടങ്ങളിൽ ഇവിടേക്ക് കേട്ട പോലെ എനിക്ക് തോന്നുന്നു. ഈ ഒരു വില്ലൻ തട്ടിക്കൊണ്ടുപോയിട്ട് മോനെ വളർത്തുന്ന നായകൻ്റെ, എന്നിട്ട് നായകനെ തിരിക്കുന്നു, ഇവിടേക്ക് കേട്ട പോലെ. ഇപ്പം ഞാനും പലയിടത്ത് കണ്ടു കമൻറ്റ്, പലരും ഇട്ടേക്കുന്നു ഇത് കുറേ പടത്തിലുള്ളതല്ലേ, ഇതിൽ മാത്രമല്ലല്ലോ എന്ന്. പക്ഷെ അവരൊന്നും ഏതാണ് ആ കുറേ പടമൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. എനിക്ക് ഇവിടേക്കോ കേട്ടൊരു ഓർമ്മയൊക്കെ പോലെ. പിന്നെ ഇപ്പോൾ രാജദുരേ വന്നൊരു പ്ലോട്ട് ആയിക്കോട്ടെ, അതേപോലെ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇറങ്ങി ലിയോയിലെ പ്ലോട്ട് ആയിക്കോട്ടെ. അതായത് ലിയോയിലെ പ്ലോട്ട് എന്ന് പറയുന്നത് ബേസിക്കലി ഇപ്പം നായകൻ പീസ്ഫുള്ളായിട്ട് ജീവിക്കുന്നു. പക്ഷെ പണ്ട് പുള്ളി വലിയൊരു സംഭവമായിരുന്നു. ആൻഡ് പുള്ളിയെ തേടി പഴയ ഒരു പാസ്റ്റ് വരുന്നു. അപ്പോൾ നമ്മൾ പഴയ രജനീകാന്ത് സിനിമകൾ എടുത്താൽ ഇതേ പ്ലോട്ട് തന്നെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് എക്സ്പീരിയൻസ്, റൈറ്റ്? ഇപ്പം ലിയോ കാണുമ്പോൾ നമ്മളൊരിക്കലും ഭാഷയോ അല്ലെങ്കിൽ വിജയ് പണ്ട് ചെയ്ത മധുരയോ ഒന്നും നമ്മൾ ഓർക്കുന്നില്ല. ലിയോ ഒരു എന്തായാലും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഗോട്ടിലോട്ട് വന്നു കഴിഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ അവർ ശരിയാക്കാൻ നോക്കി, ചിലയിടത്തൊക്കെ പാളിപ്പോയി. എന്നാലും സ്റ്റിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ്. പക്ഷേ പലയിടത്തും നല്ല ഹൈ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഓവറോൾ പടത്തിൻ്റെ കാര്യമാണ് ആവറേജ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ബട്ട് ഒരുപാട് ഹൈ മൊമെൻറ്റ്സ്, ഇപ്പം ധോണി വരുന്ന മൊമെൻ്റ് ആയിക്കോട്ടെ, അതേപോലെ മറ്റ് റെഫറൻസ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഹൈ മൊമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിലൂടെ എല്ലാവർക്കും വേണ്ട ഉത്തരങ്ങൾ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. വൺസ് അഗെയിൻ പറയുകയാണ്, ജെമിനി മാനിലെ ക്ലോണിംഗ് എന്ന കോൺസെപ്റ്റ് മാത്രമാണ് പടത്തിലോട്ട് ഏറ്റവും അവസാനം വന്നത്. ആൻഡ് അത് റിയൽ ലൈഫിൽ നടക്കുന്ന നേരത്തെ ഒരുപാട് സിനിമകളുടെ സീരീസിൽ വന്നൊരു കോൺസെപ്റ്റാണ്.
ആൻഡ് രാജതുരയുടെ പ്ലോട്ട് കുറേയൊക്കെ സിമിലർ ആണ്, ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് സിമിലർ ആണ്. പക്ഷേ എന്നിരുന്നാലും അത് വേറെ കുറേ സിനിമകളും വന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നു, അതറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങൾ ഗോട്ട് മാത്രമല്ല, ഗോട്ട് അല്ലെങ്കിൽ വിജയ് മാത്രമല്ല, അല്ലാതെയും ഇന്ത്യൻ മൂവീസ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. സോ ഞങ്ങൾ ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. സോ ഈ മറ്റൊരു കണ്ടുകൊണ്ടുവരേക്കും ദിസ് ഇസ് രഞ്ജൻ ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഷോഡൗൺ ടാക്കീസ്.